അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം. ബഹുമാനപ്പെട്ടവർ തൻ്റെ രാജ്യഭരണം വിട്ട് അള്ളാഹുവിൻ്റെ ചിന്തയിലായി നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു നാട്ടിലൂടെ ബഹുമാനപ്പെട്ടവർ ഫക്കീറായി സാഹിദായി ഇങ്ങനെ നടന്നു പോവുകയാണ്. ആർക്കും അറിയില്ല ഇത് ഇബ്രാഹിം ഇബ്നു അദ്ഹമാണെന്ന്. പക്ഷേ ലോകപ്രശസ്തനാണ്. ഒരു സാഹിദായ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് തൻ്റെ രാജ്യമൊക്കെ വിട്ട് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞൊരു മനുഷ്യൻ ബൽഖ് നാട്ടിലെ രാജാവായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഉണ്ട് എന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ പ്രശസ്തമാണ്, മഷ്ഹൂറാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ബഹുമാനപ്പെട്ടവരെ കണ്ടാൽ ആരും തിരിച്ചറിയില്ല. അത്രമാത്രം ഒരു ഫക്കീറായി ബഹുമാനപ്പെട്ടവർ നാടാകെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സൈനിക ഉദ്യോഗത്തിലുള്ള ഒരാൾ ഒരു നാടിനെ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ടവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം എവിടെ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ടവരുടെ ചിന്ത മൊത്തം ആത്മീയത ആണല്ലോ. ബഹുമാനപ്പെട്ടവർ ആ നാട്ടിലുള്ള ഖബർസ്ഥാന് കാണിച്ചു കൊടുത്തു. അത് ആ മനുഷ്യനിക്ക്, ആ സൈനികനായ ഉദ്യോഗസ്ഥനിക്ക് വല്ലാത്ത ദേഷ്യപ്പെട്ടു. കാരണം അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമല്ല, അദ്ദേഹം ഉദ്ദേശിച്ച ഉത്തരമല്ല കിട്ടിയത്. പക്ഷെ എന്നാലും ചോദ്യത്തിനുള്ള മറുപടി തന്നെയാണല്ലോ. ഒരു നാട്ടിൽ കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത് ഖബർസ്ഥാന് തന്നെയാണല്ലോ. എത്ര കാലങ്ങളായി, എത്ര വർഷങ്ങളാണ് ആ ഖബർസ്ഥാനത്തിൽ ആൾക്കാർ ജീവിക്കുക. അങ്ങനെ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. നല്ലൊരു ആരോഗ്യമുള്ള ഒരാളാണ്, അതേ ബഹുമാനപ്പെട്ടവരെ കാണുമ്പോൾ ഒരു ഫക്കീറാണ്. അപ്പം എന്നെ ഇദ്ദേഹം കളിയാക്കിയതാണെന്ന് വിചാരിച്ച് അദ്ദേഹം ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ നല്ല അടിക്കുകയാണ്. നല്ല അടി അടിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം അതൊന്നും വിഷയാക്കിയില്ല. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോയി. അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ ആരോ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അടിച്ചത് അത് ആ ബൽഖ് നാട്ടിലെ അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളിൽപ്പെട്ട റഈസു സാഹിദീനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെയാണ് നിങ്ങൾ അടിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനേക്ക് പാവം നല്ല ബേജാറായിപ്പോയി. അദ്ദേഹം ഒരിക്കലും ഇത് ഇബ്രാഹിം ഇബ്നു അദ്ഹമാൻ റളിയല്ലാഹു അൻഹുമാനെന്ന് ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം തിരിച്ച് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ അരികിൽ വന്ന് മാഫ് ചോദിക്കുകയാണ്. അദ്ദേഹം ഖേദിക്കുകയാണ്, എനിക്ക് മാഫ് നൽകണേ, എനിക്ക് പൊരുത്തപ്പെടണേ എന്ന് ബഹുമാനപ്പെട്ടവരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ ചരിത്രത്തിൽ വളരെ അടിവരയിട്ട് നാം കേൾക്കേണ്ട ഒരു വിഷയം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറയണം, നീ എന്നോട് നേരത്തെ കുറെ അടിച്ചില്ലേ, ആ അടിച്ച സമയത്ത് തന്നെ ഞാൻ നിനക്ക് പൊരുത്തം നൽകിയിട്ടുണ്ട്. എന്തൊരു വാക്കാണ്, അതെന്തേ അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നു, നീ എനിക്ക് ഓരോരോ അടി അടിക്കുമ്പോൾ എനിക്ക് ആഖിറത്തിൽ അത് ഉപകാരം കിട്ടുകയാണ്. അപ്പോൾ എനിക്ക് ആഖിറത്തിൽ ഉപകാരം കിട്ടാൻ കാരണക്കാരായ നീ ആ കാരണത്താൽ അല്ലാഹുവിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല എന്ന് ഞാൻ റബ്ബിനോട് ആ സമയത്ത് തന്നെ നിനക്ക് പൊരുത്തു തരാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്താണ്, നിന്റെ ഒരു അടി കാരണം എനിക്ക് ഓരോരോ അടിക്ക് പ്രതിഫലം അള്ളാഹു നൽകും. അപ്പൊ എനിക്ക് ആ പ്രതിഫലം കിട്ടാൻ കാരണക്കാരൻ ആരാണ്? നീയാണ്. അപ്പൊ എനിക്കൊരു പ്രതിഫലം കിട്ടാൻ കാരണക്കാരനായ നീ അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിക്കുക എന്ന് പറയുന്നത് അത് എൻ്റെ മനസ്സിൽ അത്രമാത്രം യോജിക്കുന്ന, എൻ്റെ മനസ്സിനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിഷയമാണ്. എനിക്ക് ഒരു ഉപകാരം കിട്ടി, എനിക്കൊരു പ്രതിഫലം കിട്ടാൻ കാരണക്കാരനായ ആൾക്കും അതിൻ്റെ പ്രതിഫലം കിട്ടണം, അവന് അതിൻ്റെ പേരിൽ ശിക്ഷ കിട്ടാൻ പാടില്ല എന്നാണ് എൻ്റെ തീരുമാനമെന്ന് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിലൂടെ ചിന്തിച്ച എത്രമാത്രം
എത്രമാത്രം വിഷയങ്ങളാണ്, പാഠങ്ങളാണ് ഉൾക്കൊള്ളാനുള്ളത്. അതേ, ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല, എല്ലാവരോടും പൊരുത്തപ്പെടാൻ, എല്ലാവർക്കും മാഫ് ചെയ്യുന്നതിനുള്ള ആ വിശാലമായ മനസ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വലിയൊരു തൗഫീഖാണ്. അത് ചെറിയ വിഷയമൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് ആ നല്ല തഖ്വയുള്ള, നല്ല ഇഖ്ലാസുള്ള ആ നല്ല ഖൽബാക്കി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.